ക്ഷേത്രത്തിൽ വരണമെന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഓ, പക്ഷേ ഈ രീതിയിലാ സംസാരിക്കുന്നെങ്കിൽ ഞങ്ങൾ ആ തീരുമാനം മാറ്റും. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? ആഹാ, നിങ്ങൾ എത്തിയോ? ദേവരാജനും സൗദാമിനിയമ്മയും വന്നില്ലേ? ഇല്ല. ദേവേട്ടന്റെ കാര്യം അറിയാലോ. കാല് വയ്യാത്തോണ്ട് അധികം നേരം ക്ഷേത്രത്തിൽ വന്ന് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാ. പിന്നെ യാത്രയും പാടാ. അമ്മയുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. പ്രായത്തിന്റേതായുള്ള ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്കും ഉണ്ട്. വാ, അകത്തേക്കിരിക്കാം. ഏതായാലും നിങ്ങൾ എത്തിയല്ലോ, അത് മതി. വയ്യാത്തവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല, അല്ല മഹിയേട്ടാ? അതെ, ക്ഷേത്രത്തിലേക്ക് കുറെ ദൂരം യാത്രയുണ്ട്. ദേവരാജൻ അത്രയും യാത്ര ബുദ്ധിമുട്ടാവുമെന്ന് ഞാനും ചന്ദ്രയും പറഞ്ഞിരുന്നു. കാല് വയ്യാതായത് പിന്നെ ദേവേട്ടൻ അധികം യാത്രകളൊന്നും ചെയ്യാറില്ല. അതൊന്നും സാരമില്ല, ഞങ്ങൾക്കാർക്കും അതിൽ യാതൊരു പരാതിയില്ല. നമ്മളെല്ലാം ഒരു കുടുംബമായതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ചടങ്ങിലും അവിടുത്തെ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതാണല്ലോ അക്ഷതമോക്ക് ഇഷ്ടം. ഇവിടെ എല്ലാ കാര്യത്തിലും ഞങ്ങളെ ക്ഷണിക്കുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. കഴിയുന്ന പോലെ എല്ലാത്തിലും പങ്കെടുക്കണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. അല്ലേ നാത്തൂനെ? അതെ. അഷിമോൾ എവിടെ? ഇപ്പൊ വരും. ഇത്രയും നേരം നിങ്ങളെ കാത്ത് ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇതാരും അമ്മയോ അപ്പച്ചിയോ? ആ, നിങ്ങളെന്താ വൈകിയേ? മോളെ, അമ്മേ, അപ്പച്ചി. ഓട്ടോ കിട്ടാൻ താമസിച്ചു മോളെ, അതാ വൈകിയേ. അല്ല, അച്ഛനും മുത്തശ്ശിയും വന്നില്ലേ? ദേവേട്ടന്റെ അമ്മയുടെ അവസ്ഥ നിനക്കറിയാവുന്നല്ലേ മോളെ? അവര് വന്നില്ല. അറ്റ്ലീസ്റ്റ് അബിക്കും അഞ്ജുനും കൂടെ വരായിരുന്നു. രണ്ടാൾക്കും എന്തൊക്കെയോ വലിയ തിരക്കുകളാണെന്നാ പറഞ്ഞത്. ഞങ്ങളായിട്ട് നിർബന്ധിച്ചില്ല. ആഹാ. കുട്ടികളല്ലേ, പൂജയും ക്ഷേത്രമൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. നിങ്ങൾ ഇരിക്കെ, അപ്പോഴേക്കും എല്ലാരും വരും. ശരി. അഷി, അമ്മയ്ക്കും അപ്പച്ചിക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ശരി അമ്മേ. വേണ്ട മോളെ, ഇപ്പൊ ഒന്നും വേണ്ട. ഞങ്ങള് വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങിയത്. എന്നാലും സാരമില്ല, ഒരു ചായ കൂടെ കുടിക്കാം. നിങ്ങളോട് കുറെ വിശേഷം പറയാനുണ്ട്. ഞങ്ങൾക്കും ഉണ്ട് കൊറേ പറയാൻ. എന്നാ നിങ്ങൾ വാ. എല്ലാരും കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയാവുക. തന്റെ വീട്ടിൽ നിന്ന് ഗിരിജാന്റി വസുമതി ആന്റി വന്നിട്ടുണ്ട്. ഇനി കുടുംബക്ഷേത്രത്തിൽ ചെന്ന് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവോ? പോകാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ പൂർണിമ ചേച്ചിയോട് ചെല്ലാന്ന് പറഞ്ഞു പോയില്ലേ? അത് ശരിയാ. എന്നാലും എല്ലാവരുടെയും സന്തോഷവും സമാധാനവും കണക്കിലെടുത്ത് നമ്മള് പോവാതിരിക്കുന്നത് തന്നെയാ നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ പൂർണിമ ചേച്ചിയോട് എന്തു പറയും? നമുക്ക് എന്തെങ്കിലും കാരണം പറയാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ ചേച്ചി അധികം നിർബന്ധിക്കില്ല. ഇനി നിർബന്ധിച്ചാൽ തന്നെ ആരെങ്കിലും ഇടപെട്ട് അത് തടഞ്ഞോളും. പൂർണിമ ചേച്ചി ചടങ്ങ് മുടങ്ങുമെന്ന് പറഞ്ഞതൊക്കെ താൻ ഓർക്കുന്നില്ലേ? അതിനെന്ത് സമാധാനം പറയും? നമ്മുടെ അവസ്ഥ ദേവിക്ക് മനസ്സിലാകും. കിരണിന്റെ കുടുംബദേവതയല്ലേ. എല്ലാവരും തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ പോയി പ്രാർത്ഥിച്ച് ദേവിയോട് സമസ്ത അപരാധവും പുറത്ത് അനുഗ്രഹിക്കണമെന്ന് പറയാം. ശരി, ഓക്കെ. എനിക്ക് പിന്നെ അങ്ങനെ ചെയ്യാം. താവാ. അപ്പച്ചി ചായ കുടിക്കും. എനിക്ക് വേണ്ട മോളെ. അതൊന്നും സാരമില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ മോളെ, അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ചായ കുടിച്ചിട്ടാ വന്നേ. അതൊന്നും സാരമില്ല, കുറച്ചുകൂടെ കുടിക്കേ. ഓ, രണ്ടും കൂടി മുറിക്കകത്ത് അടയിരിക്കുമായിരിക്കും. കുടുംബക്ഷേത്രത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും രണ്ടാളും. നിനക്കൊക്കെ കുറച്ചെങ്കിലും മര്യാദയുണ്ടോ? കുടുംബക്ഷേത്രത്തിൽ പോകുന്നതേ ആ കുടുംബത്തിലെ ആൾക്കാരുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി പൂജ ചെയ്യാനും പ്രാർത്ഥിക്കാനുമാ. അവിടെ നിനക്കും ഇവനും എന്താ കാര്യം? നീയൊക്കെ ഈ വീട്ടിലെയാണോ? അതെ,
നിന്റെയൊക്കെ ശരീരത്തിൽ ഓടുന്നത് ഈ കുടുംബത്തിലെ ചോരയാണോ? അഭയാർത്ഥികളെ പോലെ വലിഞ്ഞേറി വന്നിട്ട് ഇപ്പൊ വീട്ടുകാരോടൊപ്പം ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നേ? ക്ഷേത്രത്തിൽ വരണമെന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഓ, പക്ഷേ ഈ രീതിയിലാ സംസാരിക്കുന്നെങ്കിൽ ഞങ്ങൾ ആ തീരുമാനം മാറ്റും. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? നിന്റെ ഭാര്യയും വീട്ടുകാരും കൂടി എന്നെ എന്റെ ഭാര്യയും പേടിപ്പിക്കാൻ നിന്നാ ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറൂ. ഏയ്, വേണ്ട മോനെ. നല്ലൊരു കാര്യത്തിന് പോകുമ്പോ വഴക്കും ബഹളം ഒന്നും വേണ്ട. നിങ്ങളെ ക്ഷേത്രത്തിൽ വരാൻ ആരാ നിർബന്ധിച്ചേ? അല്ല, കുറച്ചു മുമ്പ് നീയൊക്കെ എന്താ പറഞ്ഞേ? തീരുമാനം മാറ്റുമെന്നോ? തീരുമാനം എടുക്കാൻ നീയൊക്കെ ആരാടാ? ഞാനാ പറയുന്നേ, നീ ഒന്നും ഈ വീട്ടിൽ നിന്ന് ഒരിടത്തേക്കും വരാൻ പോകുന്നില്ല. വരും. അവരും വരും. ഇവര് ക്ഷേത്രത്തിലേക്ക് വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീ അല്ല അശ്വിത. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം ഇവർ ഈ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാ. ഇവർക്കും ക്ഷേത്രത്തിൽ വരാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. പൂർണ്ണിമേച്ചി എന്തിനാ എല്ലാ കാര്യത്തിലും ഇവരെ കയറി സപ്പോർട്ട് ചെയ്യുന്നേ? ഇവര് ക്ഷേത്രത്തിൽ വരുന്ന എനിക്ക് ഇഷ്ടമല്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? വേണ്ട ചേച്ചി, വഴക്ക് വേണ്ട. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ല. അതൊന്നും പറ്റില്ല. ഞാനാ പറയുന്നേ, നിങ്ങൾ ക്ഷേത്രത്തിൽ വരണം. അതല്ല ചേച്ചി, ഞങ്ങൾക്ക് സ്കൂളിൽ ഒരുപാട് വർക്ക് പെൻഡിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് വരുന്നില്ല എന്ന് തീരുമാനിച്ചത്. ഇവർക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ പൂർണ്ണിമ നിർബന്ധിക്കുന്നേ? കിരൺ, ദുർഗ, നിങ്ങൾ രണ്ടാളും എന്നെ ചേച്ചിയായി കാണുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളിപ്പോ ക്ഷേത്രത്തിലേക്ക് വരണം. ഇതെന്റെ തീരുമാനമാണ്. ശരി, ഞങ്ങൾ വരാൻ ചേച്ചി. അതെ, ഞങ്ങൾക്ക് ചേച്ചി സ്വന്തം ചേച്ചി തന്നെയാ. എങ്കിൽ രണ്ടാളും പോയി റെഡിയായിട്ട് വാ.